ഹലോ, നമ്മളിന്ന് പൊരിച്ച മീൻ വെച്ചിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് മപ്പാസ് എന്നും പറയാറുണ്ട് കേട്ടോ. പിന്നെ ഇത് പല സ്റ്റൈലിൽ വെക്കാറുണ്ട്. ഫോർട്ട് കൊച്ചി സ്റ്റൈലൊക്കെ ഉണ്ട്, കോട്ടയം സ്റ്റൈലൊക്കെ ഉണ്ട്, ആലപ്പുഴ സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെക്കുന്നൊരു സ്റ്റൈൽ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എരിവൊക്കെ നമ്മൾ സൂക്ഷിച്ച് എടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് അര സ്പൂൺ തന്നെ കുരുമുളക് പൊടിച്ചതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാമേ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ നമ്മുടെ നാരങ്ങ നീരില്ലേ, അതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് കുഴമ്പ് പരുവത്തിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ മത്തിയാണ് കേട്ടോ മീൻ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കില്ലേ, ആ ഒരു രീതിയിൽ വരഞ്ഞതിന് ശേഷം നമുക്ക് ഈ മസാലയെല്ലാം അതിൻ്റെ പുറമേക്ക് അങ്ങ് തേച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയത് കുറച്ച് നെയ്യുള്ള മത്തിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് മസാലയ്ക്ക് അങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ മാറ്റി വെക്കണം കേട്ടോ, മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോ മീനായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം മസാല നമ്മൾ പുരട്ടിയിട്ട് മാറ്റി വെക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. ഫ്രീസറിലൊന്നും വെക്കേണ്ട, സാധാരണ നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചിരുന്നാൽ മതിയാവും. എന്നിട്ട് എത്രയും സമയം വെക്കുന്നോ അത്രയും ടേസ്റ്റാണ് മസാല അങ്ങ് പിടിച്ച് വരുമ്പോൾ. അപ്പോൾ മീനൊക്കെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് ഡ്രൈ ആയി വരണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ അങ്ങ് വെക്കാം, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റിയിട്ട് നമുക്കതങ്ങ് വെച്ചിരുന്നാൽ മതിയാവും. ഇനി ഇതിലിരുന്ന് കഴിഞ്ഞാൽ ചൂടായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് മുരിഞ്ഞ് പോകും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു ചട്ടി എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു ടീസ്പൂൺ കടുക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 വെളുത്തുള്ളിയും കൂടി കല്ലിൽ വെച്ച്, നമ്മുടെ ഇടികല്ലുണ്ടല്ലോ അതിൽ വെച്ച് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു 2 മീഡിയം സൈസ് സവോളയാണ് കേട്ടോ. അത് നല്ല കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളകും നെടുകെ കീറിയത് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 8 ചെറിയ ഉള്ളിയോളം എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞതുപോലെ ഇടികല്ലിലിട്ടിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ഗോൾഡൻ കളറൊന്നും ആവണ്ട കേട്ടോ, സവോള ഒന്ന് വഴന്ന് വന്നാൽ മതിയാവും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാമേ. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ തന്നെ മല്ലിപ്പൊടിയാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. അപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ മുളക് പൊടിയുടെ അളവൊക്കെ നമ്മൾ സൂക്ഷിച്ച് എടുക്കണം കേട്ടോ. ഇനി നമ്മൾ പെരിഞ്ജീരകവും കുരുമുളകും കൂട്ടിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, ഫ്രഷായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഗരം മസാല ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഗരം മസാലയിൽ കുരുമുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കുറച്ച് കുരുമുളകൊന്ന് ചതച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടോ ഒന്നിച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇതിൽ വേണം, എന്നാലാണ് അതിന് കറക്റ്റായിട്ട് ഒരു രുചി ഉണ്ടാവുക കേട്ടോ. ഇനി ആ ഇട്ട പൊടികളുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങ് മാറുന്നത് വരെ നമുക്ക് കുറഞ്ഞ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സവോളയും എല്ലാം മസാലയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലിയ തക്കാളിയാണ്. കുറച്ച് പുളിയുള്ള തക്കാളി കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അത് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ 2ാം പാലെന്നൊക്കെ പറയില്ല, നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്ന തേങ്ങാപ്പാൽ, അതാണ് നമ്മൾ ആദ്യമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ മസാലയൊക്കെ ഈ പാലിൽ കിടന്നിട്ട് ഒന്ന് തിളച്ച് വരണം.
ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തിളച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് മാറ്റി വെച്ചിരുന്ന നമ്മുടെ മീനുണ്ടല്ലോ, മീൻ പൊരിച്ച് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാമേ. കുറേശ്ശെയായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിരുന്നാൽ മതിയാവും. അങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ഈ മീൻ പൊരിച്ചത് എല്ലാം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഇപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിക്കാനൊക്കെ കിട്ടും, അങ്ങനെ കിട്ടുവാണെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മീനൊക്കെ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. എന്നിട്ട് ആ സമയത്ത് നമുക്ക് ഈ ഉപ്പും ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എരിവൊക്കെ കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് മതിയാവും നമുക്കൊന്ന് അടച്ച് വെച്ചിരുന്നാൽ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ തുറന്നതിന് ശേഷം 1-ാം പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല കട്ടിപ്പാലാണ്, തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൽ ഒഴിച്ചതിന് ശേഷം നമ്മളിതിട്ട് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്യുക, അങ്ങ് അടച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടും എന്തായാലും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.